ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പുതിയ രീതിയിൽ പൈസ അയച്ചു കൊടുക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് പൈസ അയച്ചു കൊടുക്കുന്നതിൻ്റെ ട്രാൻസാക്ഷൻ വിവരങ്ങൾ ചാർജസ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സന്ദർശിച്ച് വായിക്കാവുന്നതാണ് ഫുൾ ചാർജസുകളെ കുറിച്ച്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് മറ്റൊരാൾക്ക് പൈസ അയക്കുന്നത്, അതായത് മറ്റൊരാളുടെ SBI പോലുള്ള ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിലേക്ക് തന്നെയാണോ, അതുപോലെ ബെനിഫിഷ്യറി ആയിട്ട് എങ്ങനെ ആഡ് ചെയ്യാം ആ അക്കൗണ്ടിനെ തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള IPBB മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യുന്നതിനുള്ള MPIN നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ MPIN മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് MPIN ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ MPIN ടൈപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് പുതിയ ഇൻ്റർഫേസോടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നത്. അപ്പോൾ പുതിയ രീതിയിൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമുക്കിവിടെ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ മറ്റ് ബാങ്കിലേക്കും SBI പോലുള്ള ബാങ്കിലേക്കും അയക്കാൻ സാധിക്കും, ഫെഡറൽ ബാങ്ക് അങ്ങനെയുള്ള അതർ ബാങ്ക്. അപ്പോൾ നമുക്കിവിടെ അതർ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം അയക്കേണ്ട ആളുടെ അക്കൗണ്ട് വിവരങ്ങൾ നമുക്കിവിടെ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യണം, എന്നാൽ മാത്രമാണ് പൈസ അയക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇവിടെ സെൻഡ് ടു ന്യൂ ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻ ഇവിടെ വരും. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് നമ്പർ പ്ലസ് IFSC കോഡ് എന്ന് പറഞ്ഞാൽ പൈസ കിട്ടേണ്ട ആളുടെ അക്കൗണ്ട് നമ്പരും IFSC കോഡും നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് ആദ്യത്തെ ഓപ്ഷൻ വഴി പൈസ അയക്കേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പർ പ്ലസ് MMID എന്ന് പറയുന്നത്, അതായത് പൈസ കിട്ടേണ്ട ആളുടെ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പരും 7 അക്ക MMID, അതായത് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന 7 അക്ക MMIDയും നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. മൂന്നാമത് മറ്റൊരു പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് പൈസ അയക്കുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ 3 രീതിയിലാണ് നമുക്ക് പൈസ അയക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ അക്കൗണ്ട് വിവരങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പൈസ കിട്ടേണ്ട ആളുടെ അക്കൗണ്ട് നമ്പർ പ്ലസ് IFSC കോഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മളവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വരും. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ പൈസ ബെനിഫിഷ്യറി നെയിം, അതായത് ആർക്കാണോ പൈസ കിട്ടേണ്ടത് അയാളുടെ പേര്, കൃത്യമായ പേര്, അതായത് പൈസ കിട്ടേണ്ട ആളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിലുള്ള പേരായിരിക്കണം. അത് കഴിഞ്ഞ് അയാളുടെ അക്കൗണ്ട് നമ്പർ, കിട്ടേണ്ട ആളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതിപ്പോൾ SBI ആണോ ഫെഡറൽ ബാങ്കോ ICICI ഏത് ബാങ്ക് ആയിരുന്നാലും മതിയാവും. അത് കഴിഞ്ഞ് അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ അതേ അക്കൗണ്ട് നമ്പർ തന്നെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത നമ്പർ തെറ്റിപ്പോവാതിരിക്കാനാണ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് IFSC കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇവിടെ നമ്മുടെ പാസ്ബുക്കിൽ, അതായത് പൈസ കിട്ടേണ്ട ആളുടെ അക്കൗണ്ട് നമ്പരൊക്കെ ഉള്ള പാസ്ബുക്കിൽ അവരുടെ IFSC കോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ IFSC കോഡ് നമ്മളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി IFSC കോഡ് അറിയില്ല എങ്കിൽ സെർച്ച് IFSC എന്ന് പറഞ്ഞാൽ താഴെ ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് IFSC കോഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ സെർച്ച് IFSC എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് IFSC കോഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ പേര്, അക്കൗണ്ട് വിവരങ്ങൾ, IFSC കോഡെല്ലാം ടൈപ്പ് ചെയ്തു. ഇനി നമ്മളിവിടെ താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളവിടെ എത്ര രൂപയാണോ അയക്കേണ്ടത് ആ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മൾ അയക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ് റിമാർക്സ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസ് എഴുതുക, അതായത് നമ്മൾ എന്ത് ആവശ്യത്തിനാണ് അയക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്കിവിടെ ഗിഫ്റ്റ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 ഓപ്ഷൻ വരും, IMPS വഴി അയക്കണോ NEFT വഴി അയക്കണോ എന്നാണ്. ഇതിൽ NEFT എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പൈസ എത്തുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തുവാൻ വേണ്ടി ആദ്യത്തെ IMPS ടൈപ്പ് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും, അതായത് നമ്മളെല്ലാം റിവ്യൂ, നമ്മളെ അക്കൗണ്ട് നമ്പർ, നമ്മൾ അയക്കേണ്ട ആളുടെ അക്കൗണ്ട് വിവരങ്ങൾ, നമ്മൾ ടൈപ്പ് ചെയ്ത എമൗണ്ട് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് താഴെയുള്ള കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നമ്മുടെ IPBB മൊബൈൽ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും, അതായത് നമ്മുടെ ഫോണിലേക്ക് തന്നെ ഒരു മെസ്സേജ് വരും. അതിലൊരു OTP ഉണ്ടാവും, 1 ടൈം പാസ്വേഡ്. അപ്പോൾ നമ്മൾ ആ പാസ്വേഡ് നോക്കിയിട്ട് എനിക്കിവിടെ വന്നിട്ടുണ്ട്, അതേപോലെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ ഫസ്റ്റ് നമ്മൾ പൈസ അയക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. നമ്മളിപ്പോൾ പൈസ അയച്ച ആളുടെ അക്കൗണ്ട് വിവരങ്ങൾ നമ്മുടെ ആപ്പിനകത്ത് സൂക്ഷിക്കണം. അതായത് വീണ്ടും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും വീണ്ടും പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ എസ് എന്ന് അയക്കുക. ഇനി നമുക്ക് പൈസ അയക്കണമെങ്കിൽ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഞാനിവിടെ എസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തു. അതായത് ബെനിഫിഷ്യറി ആഡ് സക്സസ്ഫുള്ളി ആയി. ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 100 രൂപ പൈസ ട്രാൻസ്ഫർ ആയി. അപ്പോൾ എല്ലാ ഡീറ്റെയിലും കാണാം. റെഫറൻസ് നമ്പർ എല്ലാം കിട്ടി. പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലേക്ക് എത്തിയതായിട്ടും കാണാം. ഇതുപോലെ വളരെ എളുപ്പത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാനും ബെനിഫിഷ്യറി ആയിട്ട് അവരെ ആഡ് ചെയ്യാനും വീണ്ടും നമുക്ക് ആ അക്കൗണ്ടിലേക്ക് പൈസ എളുപ്പത്തിൽ അയക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് IPPB മൊബൈൽ ബാങ്കിൽ അതായത് പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ രീതിയിൽ നിങ്ങൾ പൈസ അയക്കുക. പൈസ ഫെയിൽ ആവാതെ കറക്റ്റായിട്ട് പൈസ ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക.